നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ല കേബിൾ TV സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് ജില്ലയായി ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേബിൾ TV സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർണ്ണം. ഔദ്യോഗിക പ്രഖ്യാപനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ലാവ്ലിൻ കേസിന്റെ കാലം കഴിഞ്ഞുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ നീക്കം സ്വന്തം പാർട്ടിക്കാരെ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പിണറായി. ഷോർട്ട് ഫ്ലെയിംസ് അവാർഡുകൾ വിതരണം ചെയ്തു. സമർപ്പണത്തിനും പ്രദർശനത്തിനും സാക്ഷിയാവാൻ നിരവധി പേരെത്തി. ചാമുണ്ടിക്കുന്ന് പാറക്കടവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. റവന്യൂ വകുപ്പിൽ തീരുമാനമാകാതെ കിടക്കുന്ന ഫയലുകൾക്ക് ഉടൻ തീരുമാനം. നടപടി തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ TV ഡിജിറ്റൽ വൽക്കരണം പൂർണ്ണം. ഔദ്യോഗിക പ്രഖ്യാപനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീയാണ് പ്രഖ്യാപനം നടത്തിയത്. കേന്ദ്ര സർക്കാരും ട്രായും നടത്തിവരുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം ഇതോടെ ജില്ലയിൽ പൂർത്തിയായി. ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ 85,000-ഓളം SDBകൾ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജയശ്രീ നിർവഹിച്ചു. ഇവിടെ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ല കേബിൾ TV സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് ജില്ലയായി ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ COA സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ അധ്യക്ഷത വഹിച്ചു. ഗവൺമെൻറ് പറഞ്ഞ 2016 ഡിസംബർ 31 മുമ്പ് തന്നെ ഞങ്ങൾ 2015 ഡിസംബർ 31 സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ കാസർഗോഡ് നടപ്പിലാക്കി എന്നുള്ളത് തികച്ചും അഭിമാനകരമായ ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ 7ഓളം ജില്ലകൾ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കി കഴിഞ്ഞു. സർക്കാരിൻ്റെ കണക്കിൽ ഇന്ത്യയിൽ ഒട്ടുക്കും 40% മാത്രമേ ഡിജിറ്റലൈസേഷൻ നടപ്പിലായിട്ടുള്ളൂ. പല സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാം, കേസുകളും മറ്റുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ അകത്ത് 85% പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചെറുകിട പ്രസ്ഥാനം തന്നെയാണ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ്. COA ജില്ലാ പ്രസിഡന്റ് സതീഷ് കെ ബാക്കം, M ലോഹിതാക്ഷൻ, MO വർഗി, ഷുക്കൂർ കോളിക്കര, K രഘുനാഥ്, MR അജയൻ, പ്രദീപ് കുമാർ, GB വത്സൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ലാവ്ലിൻ കേസിന്റെ കാലം കഴിഞ്ഞുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ നീക്കം സ്വന്തം പാർട്ടിക്കാരെ ലക്ഷ്യമാക്കിയുള്ളതാണെന്നും പിണറായി. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് പിണറായി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയ നീക്കം സ്വന്തം പാർട്ടിയിലെ ചിലരെ ലക്ഷ്യം വെച്ചിട്ടാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ പറഞ്ഞു. വെള്ളിയാഴ്ച ഉപ്പളയിൽ നിന്ന് ആരംഭിക്കുന്ന നവകേരള മാർച്ചിന്റെ നായകനാണ് പിണറായി. CBI സമർപ്പിച്ച ഹർജി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം വെറും തമാശയായി മാത്രമേ കാണാനാവൂ എന്നും പിണറായി പറഞ്ഞു. ഞാൻ അതിലൊരു കക്ഷിയാണല്ലോ, അപ്പോൾ ഞാനത് സംബന്ധിച്ച് അധികം പ്രതികരിക്കുന്നത് അല്ല. മുഖ്യമന്ത്രി പറഞ്ഞതിനെ പറ്റിയാണ് എനിക്ക് ഏറ്റവും തമാശ തോന്നിയത്. മുഖ്യമന്ത്രി പറയുന്നു, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ പത്രത്തിൽ നിന്നാണത് കണ്ടത്. അപ്പോൾ അത് വളരെ വിചിത്രമായൊരു വാദമാണ്. അത് മുഖ്യമന്ത്രി ആരെയോ ലക്ഷ്യമിട്ട് എഴുത അമ്പാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിണറായി വിജയനെതിരെ നീങ്ങുമ്പം തന്നെ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കെതിരെയും നീങ്ങാനുള്ള വൈഭവം ഉമ്മൻചാണ്ടി കാണിക്കുന്നുവെന്നാണ് ആ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങൾ പിണറായി സന്ദർശിച്ചു. CPM നേതാക്കളായ MV ഗോവിന്ദൻ മാസ്റ്റർ, KP സതീഷ് ചന്ദ്രൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, VPP മുസ്തഫ, CH കുഞ്ഞമ്പു, K കുഞ്ഞിരാമൻ MLA തുടങ്ങിയ നിരവധി നേതാക്കളും പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നു. COA ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഷോർട്ട് ഫ്ലെയിംസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസ് ക്ലബ് ഹാളിലായിരുന്നു പരിപാടി. COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷോർട്ട് ഫ്ലെയിമിന്റെ സമ്മാനങ്ങളും അവാർഡുകളുമാണ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തത്. മികച്ച ചിത്രമായ കളേഴ്സ് ഓഫ് ഡ്രീമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കളേഴ്സ് ഓഫ് ഡ്രീംസിന്റെ സംവിധായകൻ കിരൺ കാമ്പ്രത്തും മികച്ച ഛായാഗ്രഹൻ പരിമാൾ എസ് ദാസും മികച്ച രണ്ടാമത്തെ ചിത്രമായ കടലോളത്തിന്റെ സംവിധായകൻ സന്തോഷ് പുതുക്കുന്നും അവാർഡുകൾ ഏറ്റുവാങ്ങി. കളേഴ്സ് ഓഫ് ഡ്രീമിലെ അഭിനയ മികവിൽ അർച്ചന, യദുകൃഷ്ണ എന്നിവരെ ജൂറി പ്രത്യേക പരാമർശം നടത്തി അനുമോദിച്ചു. ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജയശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു.
ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് സതീഷ് കെപ്പാക്കം സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ അധ്യക്ഷത വഹിച്ചു. ജൂറി ചെയർമാൻ GB വത്സൻ ഷോർട്ട് ഫ്ലെയിംസ് ജൂറിയുടെ വിലയിരുത്തൽ നടത്തി. COA ജില്ലാ സെക്രട്ടറി M ലോഹിതാക്ഷൻ, KUWJ സംസ്ഥാന ട്രഷറർ MO വർഗീസ്, ഷുക്കൂർ കോളിക്കര, K രഘുനാഥ്, MR അജയൻ, പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സഞ്ചാരയോഗ്യമല്ലാത്ത ചാമുണ്ടിക്കുന്ന് പാറക്കടവ് പാലം വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. AKTA രാവണീശ്വരം യൂണിറ്റ് സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ച് പ്രമേയം തയ്യാറാക്കിയത്. തകർന്നു കിടക്കുന്ന ചാമുണ്ടിക്കുന്ന് പാറക്കടവ് പാലം റോഡ് നന്നാക്കാൻ നടപടി വേണമെന്ന AKTA രാവണീശ്വരം യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനയുടെ തീരുമാനം താഴേക്കിടയില്ല മെമ്പർമാരിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ അതാത് കാലയളവിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ രാവണീശ്വരം യൂണിറ്റിൽ ഏകദേശം 140ഓളം മെമ്പർമാർ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. AKTA യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി നിർമ്മല P പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M രാഘവൻ, KV കുഞ്ഞമ്പു, O കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗായകൻ കൊല്ലം ഷാഫിയുടെ നേതൃത്വത്തിലുള്ള സ്നേഹവീട് വാട്സപ്പ് കൂട്ടായ്മയുടെ ധനസഹായം വിതരണം ചെയ്തു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. ജീവിത വഴിയിൽ രോഗവും ദുരിതവുമായി പകച്ചുപോയ നിരവധി പാവങ്ങൾക്കാണ് സ്നേഹവീട് കൈതാങ്ങും സാന്ത്വനവുമായി മാറിയത്. വാട്സപ്പിന്റെ ലോകത്തെ ഫേസ്ബുക്കുകാരനായി സമൂഹം തലതാഴ്ത്തി നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ എന്നത് ഏറ്റവും വലിയ നന്മയാണെന്ന് തെളിയിച്ചുകൊണ്ട് ഷാഫി കൊല്ലത്തിന്റെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും സ്നേഹവീട് എന്ന സാന്ത്വന പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായാണ് കാസർകോട്ടെ വിവിധ രോഗികൾക്കും നിർധനർക്കും എൻഡോസൾഫാൻ ബാധിതർക്കും സഹായങ്ങൾ വിതരണം ചെയ്തത്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി കാസർഗോഡ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹവീടിനെ കുറിച്ച് ഷാഫി കൊല്ലം പരിചയപ്പെടുത്തി. തൃപ്തികരവും ഏറ്റവും സന്തോഷകരവും ഏറ്റവും ഹയറായിട്ട് മനസ്സിലാക്കി വെച്ച ചില കാര്യങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ അനുജന്മാരിലേക്ക് ഷെയർ ചെയ്തു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് കഥ പറയുമ്പോൾ നിങ്ങളുടെ ആശയങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് പോലെയുള്ള ഒരു പറച്ചിൽ അതിനെ യാഥാർത്ഥ്യമാക്കി അതിനെ സാധ്യമാക്കി ഇന്നത്തെ ഈ സദസ്സിലേക്ക് അൽഹംദുലില്ലാഹ് ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്ന ഈ ഒരു സദസ്സിലേക്ക് എത്തിച്ചത് ഇവിടെ ഇരിക്കുന്ന ഇവിടെ എത്തിയിട്ടില്ലാത്തതുമായ സ്നേഹവീടിൻ്റെ ഓരോ മെമ്പർമാരും തന്നെയാണ്. ഇതിൽ ഞാൻ വെറും ഒരു ഘടകം മാത്രം, ഒരു നിമിത്തം മാത്രമാണ്. KBN ഷെരീഫ് കാപ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MA നജീബ്, റൌഫ് ബാവിക്കര, മധു S നായർ, റഫീഖ് കേളോട്ട്, അമീദ് കോളിയെടുക്കം, റിഫായി ചർലടുക്ക, അഷ്റഫ് നാൽതെടുക്ക തുടങ്ങിയവർ സംസാരിച്ചു. ആലമ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും ആഭിമുഖ്യത്തിൽ പുനർനിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ജനുവരി 16 ശനിയാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സാംസ്കാരിക സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന പരിപാടിയുടെ അധ്യക്ഷൻ ക്ലബ്ബ് പ്രസിഡന്റ് MM നാസറാണ്. നിർധനരായ ഒരു കുടുംബത്തിന് പുനർനിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അടുത്ത 16 നടക്കുന്ന ആലമ്പാടി പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ അനുവദിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് അതിൻ്റെ താക്കോൽദാനം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അവർ നിർവഹിക്കുകയാണ്. സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട NA നെല്ലിക്കുന്ന് MLA അടക്കം പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്നതാണ്. ചടങ്ങിൽ JCI കാസർഗോഡ് പ്രസിഡന്റ് മുജീബ് അഹമ്മദ്, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന സലീം, ശ്യാമപ്രസാദ്, പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് TA ഷാഫി, കരീം സിറ്റി ഗോൾഡ്, മുനീർ ഭാരതിയൻ, INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം, CPM ഏരിയ സെക്രട്ടറി ഹനീഫ പാണലം, കാസർഗോഡ് വാർത്ത MD അബ്ദുൾ മജീദ്, VV അബ്ദുൽ സലാം, KCN മാനേജിംഗ് പാർട്ണർ ഷുക്കൂർ കോളിക്കര തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. KCN വാർത്താ വിഭാഗം തലവൻ എബി കുട്ടിയാനം, രഞ്ജിതരം അസറുദ്ദീൻ,
ആലമ്പാടിയിലെ മുൻ പോസ്റ്റ്മാൻ KPS ഹൈബർ തുടങ്ങി പ്രമുഖരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ആണ്ട് നേർച്ചയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും മതപ്രഭാഷണവും സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന വിളംബര റാലിയിൽ നിരവധി പേർ പങ്കെടുക്കും. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കാസർഗോഡ് സംയുക്ത ജമാഅത്ത് കാസി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച നടക്കുന്ന കുടുംബസംഗമം മുൻമന്ത്രി ചെറുക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നിലക്കുന്ന MLA CT അഹമ്മദ് അലി, MC കമറുദ്ദീൻ, AG ബഷീർ, മെട്രോ മുഹമ്മദ് ആജി, ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ആജി തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും. കണ്ണീത്ത് ഉസ്താദ് അക്കാദമി എന്നുള്ള ഒരു മത ഭൗതിക സമന്വയ സ്ഥാപനമുണ്ട്. 3 കൊല്ലം മുമ്പ് അത് ക്ലാസ് ആരംഭിച്ചിട്ട് 100-ലധികം കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ഥാപനത്തിൽ എല്ലാ വർഷവും കണ്ണീത്ത് ഉസ്താദിൻ്റെ പേരിലുള്ള ആണ്ട് നേർച്ചയും മതപ്രസംഗവും സംഘടിപ്പിക്കാറുണ്ട്. അതനുസരിച്ചിട്ട് ഇത് ജനുവരി 15, 16, 17 തീയതികളിൽ വാർത്താ സമ്മേളനത്തിൽ UM അബ്ദുറഹ്മാൻ മൗലവി, വസുൽ റഹ്മാൻ ദാരിമി, അംസത്ത് സാദി ബോവിക്കാനം, അബ്ദുള്ള കുഞ്ഞി ഹാജി, സുബൈർ ദാരിമി, PS ഇബ്രാഹിം ഫൈസി, മാഹിൻ കേളോട്ട്, അഷ്റഫ് പള്ളിക്കണ്ടം, കോട്ട അബ്ദുറഹ്മാൻ ആജി തുടങ്ങിയവർ പങ്കെടുത്തു. റവന്യൂ വകുപ്പിൽ തീരുമാനമാകാതെ കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രയത്ന പരിപാടി ജനുവരി 16-ന് ആരംഭിക്കും. മിഷൻ 30 ഡേയ്സ് എന്ന പരിപാടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. ജനുവരി 16 മുതൽ ഫെബ്രുവരി 15 വരെയാണ് മിഷൻ 30 ഡേയ്സ് എന്ന പരിപാടി. റവന്യൂ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ 1 മാസത്തിനകം തീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ റവന്യൂ ഓഫീസുകളിലെ മുഴുവൻ ജീവനക്കാരും അരമണിക്കൂർ വീതം അധിക സമയം ജോലി ചെയ്യും. കൂടാതെ പ്രതിദിനം 1.5 മണിക്കൂർ പഴയ ഫയലുകളിന്മേൽ തീരുമാനമുണ്ടാകും. ജനുവരി 26-ന് പ്രവൃത്തി ദിവസമായി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യും. പദ്ധതിയിൽ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ പങ്കാളിയാവും. ആഴ്ചകളിലുണ്ടാകുന്ന പുരോഗതി തൊട്ടടുത്ത തിങ്കളാഴ്ച പ്രസിദ്ധപ്പെടുത്തും. ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പാക്കിയ ഓഫീസുകൾക്കും ജീവനക്കാർക്കും സെക്ഷനുകൾക്കും അവാർഡുകൾ നൽകും. ഇതോടെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ഫയലുകൾക്ക് മോചനമാവുകയും ചെയ്യും. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള അഖിലേന്ത്യാ പ്രദർശന നഗരിക്ക് കാൽനാട്ടി. കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ഫെബ്രുവരിയിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. പെരുങ്കളിയാട്ട വെബ്സൈറ്റ് ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. കണ്ണൂർ ആകാശവാണി പ്രോഗ്രാം ഡയറക്ടർ K. ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. KP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. E. രാഘവൻ, A. മുകുന്ദൻ, TV ബാലകൃഷ്ണൻ, TV വിനോദ്, TV ഗംഗാധരൻ, KV രാഘവൻ, KV ജതീന്ദ്രൻ, TV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്ത ഹരികൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. ഫെബ്രുവരി 6 മുതൽ 9 വരെയാണ് കളിയാട്ടം നടക്കുക. കളിയാട്ട ഭാഗമായി 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ പ്രദർശനവും നടക്കുന്നുണ്ട്. തൃക്കരിപ്പൂർ നടക്കാവ് സിന്തറ്റിക് ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഗ്രൗണ്ടിൽ പുൽത്തകിടി ഉറപ്പിക്കുന്ന പണിയും പൂർത്തിയായി. ആധുനിക സൗകര്യങ്ങളോടെ ആരംഭിക്കുന്ന 2 വിവിധോദ്ദേശ സ്റ്റേഡിയങ്ങളിലൊന്നാണ് നടക്കാവിലേത്. മറ്റൊന്ന് ആലപ്പുഴയിലാണ്. ഡൽഹിയിലെ ശിവ നരേഷ് കമ്പനിയാണ് 2.75 കോടിയുടെ പ്രവൃത്തി ഏറ്റെടുത്തത്. 2014 നവംബറിൽ ആരംഭിച്ച പണി 3 മാസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിലും വൈകിയാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നത്. നടക്കാവ് വലിയ കോവൽ മൈതാനി ഇളക്കി മാറ്റി സമതലമാക്കി ഉറപ്പിച്ച മണ്ണിൽ പ്രത്യേകതരം തുണി വിരിച്ച് വിവിധ പാളികളിലായി കോൺക്രീറ്റ് ചെയ്താണ് അടിത്തറയൊരുക്കിയത്. ഇതിനായി മലേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത പ്രത്യേക ഫാബ്രിക് ഷീറ്റുകളാണ് ഉപയോഗിച്ചത്. ദേശീയ ഗെയിംസ് അക്കാദമിക്കാണ് മേൽനോട്ട ചുമതല. 110 മീറ്റർ നീളത്തിലും 78 മീറ്റർ വീതിയിലുമാണ് ഫുട്ബോൾ മൈതാനം. 400 മീറ്റർ ട്രാക്കോട് കൂടിയ സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്യുന്നത്. ഭാവിയിൽ വികസിപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള സാധ്യതകൾ പരിഗണിച്ചാണിത്. 8000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇവിടെ പുൽത്തകിടി ഉറപ്പിച്ചിരിക്കുന്നത്. പുൽത്തകിടിക്കിടയിലാണ് റബ്ബർ മണൽ വിരിക്കുക. K. കുഞ്ഞിരാമൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി മുൻമന്ത്രി KB ഗണേഷ് കുമാറാണ് കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിന്റെ പദ്ധതി തൃക്കരിപ്പൂരിൽ അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മടിയൻ കൂലോം പാട്ടുത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക പ്രഭാഷണവും കലാപരിപാടികളും നടക്കും. ശനിയാഴ്ച ഉത്സവം സമാപിക്കും. ഐതിഹ്യസമ്പന്നമായ മടിയൻ കൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ പാട്ടുത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ആയിരങ്ങളെ സാക്ഷിയാക്കി വിവിധ ദേവസ്ഥാനങ്ങളിൽ നിന്നും ആചാരക്കാരുടെ അകമ്പടിയോടെ തെയ്യസംഘങ്ങൾ എത്തിത്തുടങ്ങി. ചൊവ്വാഴ്ച വൈകിട്ട് അജാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിനുള്ള തെയ്യം വരവോടെ പാട്ടുത്സവത്തിന് തുടക്കമായി. ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെ പുറപ്പെട്ട തെയ്യസംഘം മാണിക്കോത്ത് വഴി മടിയൻകൂലത്തെ പ്രവേശിച്ചു. ആചാരക്കാരുടെയും സ്ഥാനികരുടെയും അകമ്പടിയോടെ എത്തിയ തെയ്യസംഘങ്ങളെ കാണാൻ 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. പ്രമുഖ യാദവ ക്ഷേത്രങ്ങളായ നെരോത്ത്, പെരോട്ടൂർ കൂലത്തു നിന്നും മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തെയ്യസംഘങ്ങൾ എത്തിയതോടെ മടിയൻകൂലത്തെ പുറത്തെഴുന്നേൽപ്പിനും തുടക്കമായി.
തെയ്യസംഘങ്ങളെ വരവേൽക്കാൻ ഗ്രാമപാതയുടെ ഇരുവശത്തുമായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിയിരുന്നു. വ്യാഴാഴ്ച രാവിലെ 9-ന് പുറത്തെഴുന്നള്ളത്ത് നടക്കും. ഉച്ചക്ക് 12 മണിയോടെ മാണിക്കോത്ത് പുന്നക്കാൽ ഭൗതികക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കിഴക്കങ്കര ഇളയടത്ത് കുതിരത്തു നിന്നുള്ള തെയ്യം വരവ് നടക്കും. വൈകിട്ട് 4-ന് അടോട്ട് പാടാർക്കുളങ്ങര ഭൗതികക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടക്കും. രാത്രി 8-ന് കോഴിക്കോട് സങ്കീർത്തനയുടെ മാമാങ്കം നാടകവും അരങ്ങേറും. രാത്രി 8 മണിക്ക് കോഴിക്കോട് സങ്കീർത്തനയുടെ മാമാങ്കം നാടകം അരങ്ങേറും. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കാർഷിക മേഖലയിൽ അഭിവൃദ്ധിക്കു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതായി വാർത്തകൾ പുറത്തുവരുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കിനാനൂരിലെ കർഷകർ സഹായത്തിനായി അധികൃതരുടെ കനിവ് കാത്തിരിക്കുകയാണ്. കിനാനൂർ പാടശേഖരത്ത് കൃഷിക്കാവശ്യമായ ജലസേചന സൗകര്യമൊരുക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യമുയരുന്നത്. വിപുലമായ തോതിൽ നെൽകൃഷി നടത്തുന്ന ഇവിടെ ജൈവ പച്ചക്കറി കൃഷിയും നടത്തിവരുന്നു. ആകെ 3 മോട്ടോറുകൾ ഉള്ളതിൽ 2 എണ്ണം പ്രവർത്തനരഹിതമായി. എല്ലാവരും കുറേശ്ശെ നട്ടിട്ട് ടില്ലറിന് തകരാറായതുകൊണ്ട് ഊത് കിട്ടിയില്ല. അല്ലെ പച്ചക്കറി ഇപ്പം തന്നെ ആട്ടി അതിനൊന്നും ആരും ഒന്നും പണിയെടുക്കുന്നില്ല. ഇക്കെല്ലാം ടില്ലർ തകരാറായതുകൊണ്ട് കുറേ പേര് ഒഴിവായി. ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന അവസരത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടാകുന്നില്ലെന്നാണ് പൊതുവെയുള്ള പരാതി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട്ടെ സമാപിച്ചു. പി സ്മാരക മന്ദിരത്തിലാണ് ജനറൽ ബോഡി യോഗം നടന്നത്. പെൻഷൻകാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നടപടി വേണമെന്ന യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നവംബറിൽ 94 റിട്ടയർ ചെയ്തു. അതിലും 10 പേർക്ക് പെൻഷൻ കിട്ടിയില്ല. നമ്മളെ സംബന്ധിച്ച് ഇതുവരെ വരുന്ന കാര്യങ്ങൾ അതാത് മാസങ്ങളിൽ പെൻഷൻ കിട്ടുകയും 1-2 പേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായി ടേക്കപ്പ് ചെയ്യും കിട്ടുകയും ചെയ്യുന്നു. ഇപ്പോൾ സിറ്റുവേഷൻ മാറിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് പെൻഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടിയൊന്നും ആ ബ്രാഞ്ചിൽ ചെല്ലാം. മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പെൻഷൻ കിട്ടിയില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കൂടി വന്നാൽ RBIയിലോ AOയിലോ ചോദിച്ചാലും LHOയിലോ വന്നാലും ആർക്കും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ LHO മീറ്റിങ്ങിൽ 6 മാസം കൂടുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് മാനേജ്മെൻറ്റായിട്ട് മീറ്റിങ്ങാണ്. CGM, GMs, CDO, ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മീറ്റിങ്ങാണ്. അതിൻ്റെ ആദ്യത്തെ ഐറ്റം തന്നെയാണത്. ഇത്രയും പേർക്ക് പെൻഷൻ കിട്ടിയില്ല. ഇനി രണ്ടാമത്തെ ഐറ്റം, കിട്ടിയ പലർക്കും 5000-4000 കുറവ് പെൻഷൻ. ജില്ലാ പ്രസിഡന്റ് N ഗോപാലൻ അധ്യക്ഷനായി. M വിജയൻ, ജോസ് മർസിലിൻ, V ജനാർദ്ദനൻ, PV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻകാർ നേരിടുന്ന വെല്ലുവിളികളും മെഡിക്കൽ സ്കീമിൽ വന്ന മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന വിഷമങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് ജില്ല കേബിൾ TV സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് ജില്ലയായി ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേബിൾ TV സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർണ്ണം. ഔദ്യോഗിക പ്രഖ്യാപനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ലാവ്ലിൻ കേസിന്റെ കാലം കഴിഞ്ഞുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ നീക്കം സ്വന്തം പാർട്ടിക്കാരെ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പിണറായി. ഷോർട്ട് ഫ്ലെയിംസ് അവാർഡുകൾ വിതരണം ചെയ്തു. സമർപ്പണത്തിനും പ്രദർശനത്തിനും സാക്ഷിയാവാൻ നിരവധി പേരെത്തി. ചാമുണ്ടിക്കുന്ന് പാറക്കടവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം.